ഈ പേളി മാണിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിനെതിരെ എന്തുകൊണ്ട് നിങ്ങൾ പ്രതികരിക്കുന്നില്ല എന്ന് ചില ആളുകൾ എഴുതി ചോദിക്കുന്നുണ്ട്. അത് പ്രതികരിക്കേണ്ട എന്നൊക്കെ വെച്ചതാണ്. കാരണം ഒന്നും എനിക്ക് നേരിട്ട് അവരെ അറിയില്ല. അവർ പറഞ്ഞ വിഷയം പിന്നീട് അവർ വന്ന് വിശദീകരിക്കുകയും ചെയ്തു. പക്ഷേ അതിനകത്തൊരു പ്രശ്നമുണ്ട്. ഞാനിപ്പോ നിഖിൽ എന്ന് പറയുന്ന കേരള സർവകലാശാലയിൽ ഒരു ഗവേഷകൻ ഫേസ്ബുക്കിലിട്ടൊരു കുറിപ്പ് കണ്ടപ്പോൾ എനിക്കത് ഒരു വാചകം പറയണമെന്ന് തോന്നി. നമ്മൾ ചിലപ്പോഴെങ്കിലും പ്രിവിലേജുകളുടെ പുറത്തിരുന്നിട്ട് ആ പ്രിവിലേജുകൾ ഇല്ലാത്ത മനുഷ്യരെ അറിയാതെ അധിക്ഷേപിക്കാറുണ്ട്. തന്റെ ടൈം ലൈനിൽ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷവും പാചക വ്ളോഗും അതേപോലെ ആകാശത്തിന്റെ നീലനിറവും സമുദ്രത്തിന്റെ നീലനിറവും ഒക്കെ വരണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന ചില ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. പ്രത്യക്ഷത്തിൽ നോക്കി ഇവരൊന്നും അപകടകാരികളല്ല. എല്ലാം ശാന്തമായി നടക്കട്ടെ എന്ന മട്ടിലുള്ള ആളുകളാണ്. നമ്മുടെ മേജർ റിവ്യൂ പോലെയുള്ള ടീമുകളും ഈ പേളിമാണിയൊക്കെ ആ കൂട്ടത്തിൽപ്പെടുന്നവരാണ്. പ്രത്യക്ഷത്തിൽ നോക്കിയാൽ ആ മെസ്സേജിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ അവർ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഒരു പാസീവ് വയലൻസ് ആണ്, ഒരു പാസീവ് ഹിംസയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രിവിലേജുകളൊന്നും ലഭ്യമില്ലാത്ത മനുഷ്യരെ കൊഞ്ഞനം കുത്തുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. സമാധാനം മാത്രമല്ല, ചിലപ്പോൾ നിലവിളികളും പോരാട്ടങ്ങളും രക്തത്തിന്റെ ചോല ഒലിപ്പിച്ചു പോകുന്ന കുട്ടികളുടെ ചിത്രവും ഒക്കെ കാണും. അങ്ങനെയാണ് ഈ തെരുവിൽ ജനാധിപത്യം സൃഷ്ടിക്കപ്പെട്ടത്. അങ്ങനെയാണ് ഈ തെരുവിൽ സമരങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഈ പ്രിവിലേജുകളുടെ പുറത്തിരുന്ന് പ്രിവിലേജുകൾ ഇല്ലാത്ത ഒരു വിഭാഗത്തെ നിങ്ങൾ പാസീവ് ഹിംസയിലൂടെ ദയവ് ചെയ്ത് അധിക്ഷേപിക്കരുതെന്ന് മാത്രമേ എനിക്ക് അക്കാര്യത്തിൽ കമന്റ് ചെയ്യാനുള്ളൂ. അത് നിഖിൽ എഴുതിയതിനോട് ഞാൻ പൂർണ്ണമായും യോജിക്കും.